കണ്ണാന്തളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയതിന് ശേഷം കാണാനായിട്ട് ശ്രദ്ധിക്കുക. പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തെടുക്കുന്ന ഒരു പ്ലാസ്റ്റിക് നെറ്റാണ്. ഇതുപോലുള്ള ഈ ഒരു നെറ്റ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവർ വേസ്, ഇതുപോലൊരു ഫ്ലവർ വേസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോ വഴി കാണിക്കുന്നത്. ഇതുപോലൊരു ഐറ്റം ചെയ്തെടുക്കാൻ വേണ്ടി വരുന്ന സാധനങ്ങൾ, നമുക്ക് പ്ലാസ്റ്റിക് നെറ്റ് വേണം, ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് നെറ്റ് വേണം. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലേസ് കാണുന്നുണ്ട്. അപ്പൊ ഏത് തരത്തിലുള്ള ലേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അതുപോലുള്ള ലേസ്. പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ വെച്ച് കൊടുക്കാനായിട്ട്, അതിൻ്റെ ഒരു സീറ്റിംഗ് ആയിട്ട് നമുക്ക് ഒരു നമുക്കൊരു CD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അടിയിൽ വെക്കാനായിട്ട് ഞാൻ ഒരു CD ആണ്, അതല്ല വേറെ എന്തെങ്കിലും കാർഡ്ബോർഡോ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ, ഒരു സീറ്റിംഗ് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഫ്ലവർ വേസ് ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് എങ്ങനെ ചെയ്യണേന്നുള്ളത് നോക്കാം. ഇങ്ങനെ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒരു വലിയൊരു മാറ്റ് ആയിരിക്കും ഉണ്ടാവും, അതിന് ഞാൻ ഇത്രയും പോകുന്നൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ചെറിയ ചെറിയ സമചതുര കഷ്ണങ്ങളും ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഈ സമചതുര കഷ്ണങ്ങൾ ഏകദേശം ഇതുപോലെ ഒരു ഫ്ലവർ വേസിന് ഇതിന് ഞാനൊരു 10 സ്ക്വയർ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലുള്ളത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പീസ് മുറിച്ചെടുത്തതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യണം, ലേസ് പിടിപ്പിക്കണം. ഇതുപോലെ ലേസ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 10 സ്ക്വയറിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാനുള്ളതിലേക്കായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ചെയ്ത് വെച്ചിട്ടുള്ളതിനെ വീണ്ടും നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഇത് ഈ 2 മൂലയും ചേർത്തിയിട്ട് ഈ മൂലയും കൂടെ ഈ 2 കോർണറുമായിട്ട് ചേർത്തി ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒട്ടിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ ചുറ്റുമായി എല്ലാത്തിനെയും ഇതുപോലെ ആക്കി വെക്കുക. അപ്പൊ ഇത് എല്ലാത്തിനെയും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 10 പീസും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ മാറ്റി വെക്കാണ്. ഇനി അടുത്ത ഈ ഫ്ലവർ വേസിന്റെ, ഇപ്പൊ നമ്മൾ ഇതാണ് ഒട്ടിച്ച് മാറ്റി വെച്ചത്. ഇനി ഇതിനെ ഒട്ടിച്ചെടുക്കണം, ഈ ഒരു ഇത്. അത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ പീസ് ആദ്യം എടുത്ത് സ്ക്വയർ പോലെ ഉള്ളതല്ല, ഇതുപോലെയുള്ള ഒരു കുറച്ചും കൂടി വലിയൊരു പീസ് നമ്മൾ ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഗം അപ്ലൈ ചെയ്ത് ഒരു ഭംഗിയുള്ള ഒരു ലേസ്, നമുക്ക് ഏത് അവൈലബിൾ ആവുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു ലേസ് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മറുവശത്തും അതോടെ ഒട്ടിപ്പ് ഈ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യണം, സെയിം കളർ ലേസ് തന്നെ ഒട്ടിക്കാം. ഞാൻ ഇപ്പോൾ ഒരു മിച്ചുള്ള ഒരു ലേസ് എടുത്തോണ്ട് അതൊരു വേറെ കളറായിട്ടുണ്ട്, എന്നാലും അതും ഭംഗിയുണ്ടായിരിക്കും. ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം എന്താണ്, ഇതിനെ ചേർത്തി ഒട്ടിക്കണം. ചേർത്തി ഒട്ടിക്കാനായിട്ട് ഇതിൻ്റെ ഈ എഡ്ജ് കൂടെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. മറുവശം ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ഇതിനെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒട്ടിച്ച് വെച്ചിട്ടുള്ള
ഈ സ്ക്വയറുകൾ. ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഒരേ അകലത്തിൽ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കണം. അതെങ്ങനെയെന്ന് കാണിക്കുക. ഇതുപോലെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നു. ഇവിടെ വിട്ട് പോയിട്ടുണ്ട്, അതിനെ ഞാൻ ഒട്ടിക്കട്ടെ കേട്ടോ വെച്ചിട്ട്. അടുപ്പിച്ച് നമ്മളൊരു 10 പീസ് എടുത്തോണ്ട് ഇത്രയും ഇത് പാവായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിയിലത്തെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുണ്ട്, ഈ ഇതിൻ്റെ മുകളിലേക്ക് ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മളിതിൻ്റെ എണ്ണം ഞാനിപ്പോൾ ഇതിൽ 10 എടുത്തോണ്ട് എനിക്ക് അടുപ്പിച്ച് ഒട്ടിക്കാനുണ്ടാവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ബോഡി പാർട്ടിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കാം. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇതാ ഈ ഒട്ടിച്ചെടുത്തതിനെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇത് ഇളകി പോവാതിരിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ അങ്ങനെ അടുത്തടുത്തുള്ളത് തമ്മിലും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഞാൻ ഇതെല്ലാം ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തു. ഇനി വേണമെങ്കിൽ ഇത്തിരി കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂവ് അതിനൊക്കെ ഇങ്ങനെ ഇനി ഇവിടെ നിന്നില്ല എവിടെയൊക്കെയാ വേണ്ടെങ്കിൽ ഇതിന് കൂടുതൽ എന്തൊക്കെയാ ഭംഗിയാക്കണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം. അതിൻ്റെ ഒരു പൂവും വെച്ചെടുത്തു. നല്ല. ഇനി അടുത്തത് ഇതിൻ്റെ സീറ്റിംഗ് ആണ്. ഇതിനൊരു ഇരിപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സീറ്റിംഗ്, അതിന് വേണ്ടിയിട്ട് ഒരു CD ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. വേറെ ബോർഡോ കട്ടിയുള്ള പേപ്പർ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതിൻ്റെ പാർട്ട് തന്നെ, ഈ നെറ്റിൻ്റെത് തന്നെ നമുക്ക് റൗണ്ടായി കട്ട് ചെയ്തിട്ട് അതിലേക്കും ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യണത് ഇതിനെ ഒന്ന് ഭംഗിയാക്കുകയാണ്, ഈ CD ഒന്ന് ഭംഗിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണോ, എൻ്റെ കയ്യിലുള്ളൊരു ലേസിനെ അതിന് ചുറ്റുമായിട്ട് ഒട്ടിക്കുകയാണ്. ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചാൽ മതി. എല്ലാതും ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പണി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നല്ലൊരു ലേസൊക്കെ വെച്ച് ഇതിനെ ഭംഗിയാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഗ്ലൂ കൊടുക്കുക. ഇതിൻ്റെ എഡ്ജിൽ
എന്നിട്ടത് എവിടെ ഇരിക്കണേന്ന് കറക്റ്റ് സെൻറ്ററാക്കി നോക്കി അതിനൊട്ടിക്കാം. നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവർ വേസ് വളരെ സിമ്പിളായിട്ട് ചെറിയ സമയം കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പാകത്തിലൊരു ഫ്ലവറൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ കുറഞ്ഞ ചെലവിൽ വളരെ കുറച്ച് സമയം എടുത്ത് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു ഫ്ലവർ വേസ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.